ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ ഇന്ന് ഒരു മംഗലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് അടിക്കാൻ പോകുന്നല്ലേ? ഡ്രസ് എടുക്കുമ്പോൾ ആ ഇന്നത്തേക്കും നാളത്തേക്കും ഇടുകയാണ്. ആ രണ്ട് 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 ഡ്രസ്സ് ഉണ്ടാവില്ലേ എനിക്ക്? രണ്ട് ഡ്രസ് ചോദിച്ചു കൊടുക്കാൻ കടോ. നിങ്ങൾ ഏതാ എടുക്കുക? ഏത് ഡ്രസ്സ് എടുക്കുക? എനിക്കാ ആ എനിക്കില്ലല്ലോ, എനിക്ക് മതി. പിന്നെ ഞാൻ എന്തായാലും അധികം എനിക്ക് മറ്റേ ഡ്രസ്സ് എടുക്കുന്ന സെലക്ഷൻ സ്കിൽ ഉണ്ടാവില്ലേ, അത് തീരെ ഇല്ലാത്തൊരു കൂട്ടത്തിലുള്ള ആളായാണ്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ആടുന്ന് ഏതാ ഫസ്റ്റ് എടുക്കുക അങ്ങനത്തെ ഒരു പിടുത്തം ഉണ്ടാവില്ല. ഞാൻ അധികം എന്താ പറയുക, പ്ലെയിനോ അല്ലെങ്കിൽ ചെക്കായിട്ട് എടുത്തിട്ട് അപ്പാടെ പെട്ടെന്ന് വരുത്താം. ഞാൻ എൻ്റെ ഇങ്ങനെ എൻ്റെ ചങ്ങായിമാരിലും വരുത്തുന്നുണ്ട് ഇങ്ങനെ ഡ്രസ്സിലെടുക്കാൻ. നേരെ ഓവർക്കെല്ലാം അറിയാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ഒരു പീടിയ കയറിയിട്ട് അപ്പാട് എന്താ പറയാ, അമ്മ പോന്ന് ഒരു നായിനെ ഓട്ടിക്കാനായി പോയത്. അന്നേരം ഞാൻ എന്തായാലും ഒരു പീടിയ അപ്പാട് കയറിയിട്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് ആളായി. ഞങ്ങൾക്ക് കൂടുതൽ പീടിയ നിൽക്കുന്ന തീരെ ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവിടെ എത്തിയിട്ട് കാണാം എന്താവുമെന്ന് പടച്ചോണ്ട് അറിയാം. ഇന്ന് പെട്ടെന്ന് എടുക്കുവോ ഇല്ലയോന്ന് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. കാടെത്തിട്ടാണ് നായിനെ ഇതാക്കുന്നവരും കൊണ്ടിരിക്കല്ലോ. ഇല്ല ഇതാണില്ലേ ആഡംബരം എത്തിയ വണ്ടിക്ക് ഒരു നായിനെ ഓട്ടിക്കാൻ പോയതാ അത്. അപ്പോ ഞാനിങ്ങനെ പോയോണ്ടിരിക്കുമ്പോ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാല് ഇന്ന് ഒരാണുങ്ങള് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഞാൻ എവിടെയോ കണ്ടിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയാ, എവിടെയോ കണ്ടിക്കല്ലോ എന്നിട്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എനിക്ക് കുറെ തീരാറിനോടാ ഞാൻ വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് എവിടെയും കണ്ടിട്ടുണ്ടാവുന്ന ഇങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ സ്ഥലമെല്ലാം പറഞ്ഞു കൊടുത്ത്. പിന്നെ ഞാൻ ആലോചിച്ചേ ഇത് എന്താ പറയാ, ചിലപ്പോ യൂട്യൂബിൽ കണ്ടിട്ടുള്ള അങ്ങനെ കണ്ടിക്കല്ലോ എന്ന് പറഞ്ഞതാണോ എന്നറിയില്ല. പഠിച്ചതിന്റെ രീതിയുണ്ട്. പക്ഷെ എന്താ പറയാ, ഈ പുറത്തുനിന്നെല്ലാം എടുക്കാൻ ഒരു കുറവുമല്ലേ. എന്താന്ന് വെച്ചാല് തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലല്ലോ. അന്നേരം അല്ലെങ്കിൽ എന്റെ ചാനൽ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇതില്ല. എന്താ പറയാ, ഇതാന്ന് കാണിച്ചത് ഒരു 200 സബ്സ്ക്രൈബേഴ്സ്, അതൊരു കുറവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഡ്രസ്സ് എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെക്ക് ഞാൻ പറഞ്ഞേ നിങ്ങളോട്, ഒന്നെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ പ്ലെയിന്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അങ്ങനെ പറഞ്ഞ പോലെ ചെക്ക് എടുത്ത് വന്നിട്ടുണ്ട് നിങ്ങളെ മഹാൻ. എനിക്ക് എന്താ അറിയില്ല, അവിടെ എത്തിയാല് എന്താ പറയാ, അങ്ങ് ഭയങ്കര നല്ല രസമുള്ള, കാണാൻ രസമുള്ള. പിന്നെ പാൻറ് മറന്നുപോയി. പാൻറ്റും അതേപോലെ പ്ലെയിന്. ഇതാ എന്റെ പ്രശ്നം. എനിക്ക് ഡ്രസ്സ് സെലക്ടിങ് സ്കില്ലില്ല, അതാ പ്രശ്നം എന്റെ. എന്നുവെച്ചാൽ അവിടെ എത്തിയാലോ, എന്നുവെച്ചാൽ കുറെ നല്ല നല്ല ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെ എത്തിയാലോ അതെടുക്കണ വേണ്ട, ഇതെടുക്കണ വേണ്ട. ഇത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് പ്ലെയിൻ എടുത്താൽ നിൽക്കും. പ്ലെയിൻ നോക്കുമ്പോൾ അത് എൻ്റെ അടുത്ത് ഏകദേശം ഒരു കുറച്ച് ഉള്ള കളേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചെക്കിങ് അടുത്തേക്ക് നിന്നിട്ട് ചെക്ക് ഒരു ബ്ലൂ എടുത്തേക്കേനും. പക്ഷെ ബ്ലൂ അത് എത്ര രസമായിരിക്കും. റെഡ് അങ്ങനെ. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരുടെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ അതാ ഞാൻ എടുക്കുക. അതാ എൻ്റെ ഒരു പ്രശ്നം. അതേപോലെ ഇത് എൻ്റെ ചങ്ങായി എടുത്ത് കണ്ടിരിക്കുക, നിങ്ങൾ റെഡും ബ്ലാക്കും ആയിട്ടുള്ള ഒരു അത് ഇപ്പോൾ ഇതാക്കാം, റെഡും ബ്ലാക്കും ആയിട്ടുള്ള. അന്നേരം അതേപോലത്തെ ഒന്ന് കണ്ടേരോ അതിങ്ങെടുത്ത് ഒന്ന് ഒരു 10 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ അവിടെ പോയിട്ട്. പിന്നെ ആടെയുള്ള വീഡിയോസ് എടുക്കാത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, എനിക്കൊരു ചെറിയ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ ആൾക്കാർ ചോദിക്കും എൻ്റെ ഏതാ ചാനൽ എന്ന്. അന്നേരം എനിക്കിങ്ങനെ പറയുന്നൊരു മടിയായതുകൊണ്ട് എന്താ പറയാ, ഒരു അതുമാത്രല്ല എനിക്ക് പുറത്ത് പോകുമ്പോൾ ഒരാൾ വേണം കൂടെ. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ ഒറ്റക്കാകുമ്പോൾ എന്തോ ഒരു ഇതുപോലെ എനിക്ക് ഒരു ചങ്ങായോ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇത് ആരും ഇല്ലാണ്ട് പോകുമ്പോൾ എനിക്കൊരു എന്തോ ഒരു സോഷ്യൽ ആൻസൈറ്റി എന്നും പറയാ, അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ ആൻസൈറ്റി അങ്ങനെ ഇതില്ല, വെറും വ്ളോഗ് എടുക്കുമ്പോൾ മാത്രം, അല്ലാണ്ട് പുറത്തൊന്നും ഇതാക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോ എന്തായാലും വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും. എന്തായാലും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോസ് നോക്കി നോക്കി. ഞാൻ ബാംഗ്ലൂരിലുള്ളേരോ എനിക്ക് അവിടെ 2-3 പിള്ളേരുണ്ട്. എന്നാൽ എനിക്ക് എന്താ പറയുക, പുറത്തുനിന്നെല്ലാം ഇങ്ങനെ നല്ലൊരു വ്ളോഗെല്ലാം ചെയ്യാനോ അങ്ങനെ കുറച്ചൊരു പേടിയില്ലാണ്ട് ഇങ്ങനെ നല്ലോണം വർത്താനം പറയാൻ പറ്റുന്നു. ഇതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്ക് പോകുന്നതുകൊണ്ട്
എനിക്കിങ്ങനെ ഞാൻ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പറയണോ എന്തോ ഒരു ടെൻഷൻ പോലെയാ. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണം. നമ്മള് ബാംഗ്ലൂരിൽ വീഡിയോ എടുത്താലും എല്ലാം പുറത്തുനിന്ന് തന്നെ ഇനി വീഡിയോ ഉണ്ടാക്കണമെന്നായിട്ട് ഇതുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്കൊരു കുറച്ചൊരു എനർജി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, പിന്നെ വീഡിയോ ലൈക്കും ചെയ്തോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം.